Next, we'll see what a transactional model is. Transactional model എന്ന് പറഞ്ഞാൽ it mainly lies on reward and punishments. അതായത് നല്ലപോലെ നമ്മൾ ഒരു കാര്യം ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ചെയ്താൽ നമുക്ക് നല്ല റിവാർഡ്സ് കിട്ടും. അതുപോലെ നമ്മളത് നല്ലപോലെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് കൈൻഡ് ഓഫ് പണിഷ്മെന്റ്സും ഉണ്ടാവും. The manager act as facilitator by clearly defining roles, tasks and expectations. മാനേജർ എന്ത് ചെയ്യും? ഒരു കാര്യം ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരാളെ പോലെ നിന്നിട്ട് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എംപ്ലോയീസിന് കൊടുക്കും. എംപ്ലോയീസ് അത് ചെയ്യണം. അവർ നല്ലപോലെ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രൊമോഷൻ കിട്ടും, അവർക്ക് പ്രൈസ്, അതായത് ബാക്കിലൊരു പാറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ഗുഡ് ആണ്, അവരുടെ പോയിന്റ്സ് കൂട്ടും, ബോണസ് കൊടുക്കും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. നേരെ മറിച്ച് നെഗറ്റീവ് ആണെങ്കിൽ അതിന് പെനാൽറ്റീസ്, ഡിമോഷൻ ഉണ്ടാവും ചിലപ്പം. പിന്നെ അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പരസ്യമായിട്ട് പബ്ലിഷ് ചെയ്യും. അങ്ങനെ കുറച്ച് ഡിമോട്ടിവേറ്റഡ് ആക്കാനുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ടാവും. ബട്ട് ഉദ്ദേശം ഡിമോട്ടിവേഷൻ അല്ല, അതിലൂടെ വീണ്ടും പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സോ ട്രാൻസാക്ഷൻ മോഡൽ ബേസ് ഫോളോസ് ദ റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ് മെത്തേഡ്. ഇതിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ റിവാർഡ് ഉണ്ട്, അതായത് ഗുഡ് റിവാർഡ് ഫോർ ഗുഡ് പെർഫോമൻസ് ആൻഡ് പണിഷ്മെന്റ് ഫോർ പുവർ പെർഫോമൻസ്. നല്ല പെർഫോമൻസിന് പോസിറ്റീവും ആയിട്ടുള്ള കാര്യങ്ങളും കൊടുക്കും, മോശം പെർഫോമൻസിന് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കൊടുക്കും. ആൻഡ് ദ സെക്കൻഡ് ഫീച്ചർ ഇസ് മാനേജ്മെന്റ് ബൈ എക്സ്പെക്ഷൻ. മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മാനേജർ അടുത്ത് പറയുക, ബാക്കിയുള്ളതൊക്കെ അവർ സ്വന്തം ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ അടുത്ത് ഞാനൊരു ടാസ്ക് തന്നു, നിങ്ങളത് ചെയ്തു, പക്ഷെ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഒരു കാര്യം മാത്രം എൻ്റെ അടുത്ത് വന്ന് പറയാം. ദാറ്റ് ഇസ് മാനേജർ ഇന്റർവീൻസ് only when something goes wrong. അതിനെയാണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. നല്ലൊരു ടേം ആണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമുമാണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. ആ ഒരു ടേമിന്റെ മീനിങ് മനസ്സിൽ വെക്കുക. മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ടാസ്ക് മാത്രം മാനേജറുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുക. ആൻഡ് ഓൾസോ ഇറ്റ് ഫോക്കസ് ഓൺ പെർഫോമൻസ്. ലീഡർ ഫോക്കസ് ഓൺ മീറ്റിംഗ് ഷോർട്ട് ടേം ഗോൾസ്. ആൻഡ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ട്. ചെയിൻ ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടോപ്പ് ടു ബോട്ടം പോകുന്നുണ്ട്. അതായത് മാനേജർ പ്രോപ്പർ ആയിട്ട് റോള് പറയും, ടാസ്ക് കൊടുക്കും, എക്സ്പെക്ടേഷൻസ് എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസ് ക്ലാരിറ്റി, റോളിനും എക്സ്പെക്ടേഷൻസിനും ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി ഉണ്ട്. ഇത് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യും വർക്ക് ചെയ്യാൻ, പ്രോപ്പർ റിവാർഡും പണിഷ്മെന്റ് ഒക്കെ കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യും. സോ ഇറ്റ് ഇംപ്രൂവ്സ് എഫിഷ്യൻസി ആൻഡ് ഇറ്റ് ഇസ് വെരി ഗുഡ് ഫോർ റൂട്ടീൻ ടാസ്ക്. അതായത് ഒരു സ്ട്രക്ചേർഡ് എൻവയോൺമെന്റിന് പറ്റിയൊരു മോഡലാണ് ട്രാൻസാക്ഷൻ മോഡൽ. It also has disadvantages such as demotivates creativity. അതായത് നമുക്ക് ടാർഗറ്റ് തന്നിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്ന് മാത്രം മനസ്സിൽ വിചാരിക്കുമ്പോൾ നമ്മളെ ക്രിയേറ്റിവിറ്റി എങ്ങനെ ചെയ്യണം, ഏത് രീതിക്ക് ചെയ്യണം, എല്ലാത്തിനും നമ്മളെടുത്ത് പറയും. അപ്പൊ നമ്മുടെ ഓൺ ക്രിയേറ്റിവിറ്റി ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് അവിടെ ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ക്രിയേറ്റിവിറ്റി കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാം പേഴ്സണൽ ഗ്രോത്ത് കുറവാണ്. സോ ദിസ് ടൈപ്പ് ഓഫ് മോഡൽ വർക്ക്സ് ഓൺ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് മോഡൽ ഇസ് ട്രാൻസ്ഫോർമേഷണൽ മോഡൽ. ട്രാൻസ്ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരു റോളിന് അടുത്ത റോളിലേക്ക് വരും നമ്മൾ മാറ്റുന്നതാണ് ട്രാൻസ്ഫോർമേഷണൽ. ഇവിടെ കീ തിങ് ഇസ് ഇൻസ്പിറേഷണൽ ആൻഡ് ഹോളിസ്റ്റിക് അപ്രോച്ച് ടു ഡയറക്റ്റിംഗ്. അത് ആൾക്കാരെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നല്ല നല്ല രീതിയിൽ, ഇപ്പൊ നമുക്ക് പറയാം ഗാന്ധിജി എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആണ് ടു വർക്ക്. പിന്നെ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഫിലിം ഫീൽഡിലാണെങ്കിൽ ഇന്ന ആളുണ്ടാവും അവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ, നമ്മുടെ ഒരു മോട്ടിവേറ്റർ ആയിട്ട്. അങ്ങനെ ട്രാൻസ്ഫോർമേഷണൽ ലീഡർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷണൽ മോഡൽ ഓഫ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കരിഷ്മ കൊണ്ടുവരും. ഇപ്പൊ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ചില ടീച്ചേഴ്സ് ഉണ്ടാവും, അവരെ പോലെ നമുക്ക് ആവണം എന്ന് തോന്നും, അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ നമ്മൾ ചെയ്യും. അങ്ങനത്തെ ഒരു മോഡലാണ് ട്രാൻസ്ഫോർമേഷണൽ മോഡൽ. The manager or leader inspires employees to go beyond their self-interest and work for the organization. അതായത് ഓർഗനൈസേഷന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് ഫോക്കസ് ഓൺ ബിൽഡിംഗ് എ ഷെയർഡ് വിഷൻ ആൻഡ് പ്രൊവൈഡിങ് ഇൻഡിവിജ്വൽ സപ്പോർട്ട്. അതായത് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ എങ്ങനെ? ത്രൂ ഇൻഡിവിജ്വൽ സപ്പോർട്ട്. ആൻഡ് ദ മെയിൻ ഫീച്ചേഴ്സ് ആർ ഇൻസ്പിറേഷണൽ വിഷൻ. അതായത് മാനേജർ അല്ലെങ്കിൽ ലീഡർ എന്ത് ചെയ്യും? ഇവിടുത്തെ ആൾക്കാരെ ഇൻസ്പയർ ചെയ്തിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ തയ്യാറാക്കും. ആൻഡ് ഓൾസോ ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ ഇവിടെ ഉണ്ട്. ദർ ഇസ് എ ഷെയർഡ് വിഷൻ, ഓൾസോ ഇൻഡിവിജ്വൽ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഓൾസോ
ഇന്റലക്ച്വൽ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഫോളോവേഴ്സിന് ക്രിയേറ്റീവ് ആയിട്ട്, അപ്പൊ നമ്മൾ കണ്ടു ലാസ്റ്റ് മോഡലിലൊന്നും ക്രിയേറ്റിവിറ്റി അത്രമാത്രം എൻകറേജ് ചെയ്യുന്നില്ല, ബട്ട് ഹിയർ ദി എൻകറേജസ് ക്രിയേറ്റിവിറ്റി ആൻഡ് ചലഞ്ച് സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്, അവിടെ നിൽക്കാതെ മുന്നോട്ട് വന്നിട്ട് നമ്മളൊരു ലേസി ആയിട്ട് നിൽക്കാതെ മുന്നോട്ട് വന്നിട്ട് നല്ലപോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആർ ഹൈ മോട്ടിവേഷൻ, ഇൻക്രീസ് പെർഫോമൻസ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്. ക്രിയേറ്റിവിറ്റി ഉള്ളതുകൊണ്ട് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ട്, അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ പെർഫോമൻസ് കൂടാൻ ചാൻസ് ഉണ്ട്, ആൻഡ് ഓൾസോ എംപ്ലോയീസ് ഫീൽസ് ഹൈലി മോട്ടിവേറ്റഡ്. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ടൈം കൺസ്യൂമിങ് ആസ് ഇറ്റ് റിക്വയർസ് വൺ ടൈം ആൻഡ് എഫേർട്ട്. അതായത് പേഴ്സണലൈസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്നതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ക്വൈറ്റ് ടൈം കൺസ്യൂമിങ് ആൻഡ് ഡിമാൻഡിങ്. അതായത് ഇറ്റ് ക്യാൻ ബി ഇമോഷണലി ആൻഡ് മെന്റലി ചാലഞ്ചിങ് ഫോർ ദ ലീഡർ. ലീഡർക്ക് നല്ല പണിയാണ്, ലീഡർ ഈച്ച് ആൻഡ് എവറി വണ്ണെ കാണണം, മോട്ടിവേറ്റ് ചെയ്യണം, അവരുടെ കാര്യങ്ങൾ നോക്കണം. അപ്പം ലീഡറിനെ സംബന്ധിച്ച് ഇത് കുറച്ചൊരു തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറാം. ദ നെക്സ്റ്റ് മോഡൽ ഇസ് പെറ്റേണലിസ്റ്റിക് മോഡൽ. സോ പെറ്റേണലിസ്റ്റിക് മോഡൽ എന്ന് പറഞ്ഞാൽ വി നോ വാട്ട് ഇസ് പെറ്റേണൽ. പെറ്റേണൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പാരന്റൽ അപ്രോച്ച്. സോ ഇൻ ദിസ് അപ്രോച്ച് ലീഡർ ആക്ട് ആസ് എ പേരൻറ് ടു ദ എംപ്ലോയീസ്. അതായത് ഒരു ഫാമിലി പോലെ നമ്മൾ ബിസിനസ്സിനെ കാണുന്നതാണ് പെറ്റേണലിസ്റ്റിക് മോഡൽ എന്ന് പറയുന്നത്. ലീഡർ നമ്മളൊരു ഫാമിലി മെമ്പർ പോലെയാണ്. അപ്പൊ ലീഡർ എന്ത് ചെയ്യും? ലീഡറിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഒരു വർക്കിന് ഒരു ഫാമിലി എൻവയോൺമെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പെറ്റേണലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ. They creates a loyal and dependent relationship with subordinates, treating them like family members. അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പെറ്റേണലിസ്റ്റിക് മോഡൽ, പെട്രിയാർക്കി ഒക്കെ ആകുമ്പോൾ അവിടെ സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഒരാൾ മാനേജർ ഡിസിഷൻ മേക്കിംഗ് ചെയ്യും, എല്ലാവരുടെയും വെൽഫെയറിനെ അതിൽ എംഫസൈസ് ചെയ്യും, ആൻഡ് ഫാമിലിയിലേക്ക് എൻവയോൺമെന്റ് ആവും. അതുകൊണ്ട് തന്നെ ദ അഡ്വാൻറ്റേജസ് വിൽ ബി നല്ല രീതിയിൽ ആൾക്കാർ വർക്ക് ചെയ്യും. അപ്പോൾ ആൾക്കാർക്ക് തിരിച്ച് മാനേജറിൻ്റെ അടുത്തും ഒരു ലോയൽറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പ്രൊഡക്ടിവിറ്റി കൂടാൻ ചാൻസ് ഉണ്ട്, നല്ല രീതിക്കുള്ള ഡയറക്ഷൻ. അതായത് സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഡയറക്ഷനും കാര്യങ്ങളും ക്ലിയർ ആയിട്ട് അവിടെ ഉണ്ടാവും. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഓട്ടോണമി. അവിടെ സെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോക്രാറ്റിക് മോഡലിൽ അറിയാം, ഓട്ടോണമി അതായത് സ്വയം പര്യാപ്തതയാവാനുള്ള കാര്യങ്ങൾ കുറവായിരിക്കും. ആൻഡ് ഓൾസോ മെയിൻ ആയിട്ട് അവരെ ആര് ഡിപ്പെൻഡ് ചെയ്യും? ലീഡറിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ we have seen three models in this part. Transactional model of leadership അല്ലെങ്കിൽ direction, അതായത് it focus on reward and punishment. Transformational model എന്ന് പറഞ്ഞാൽ അവിടെ ലീഡറിന്റെ ഒരു കരിസ്മ, ഇൻസ്പിറേഷണൽ അപ്രോച്ച് ആണ്. പെറ്റേണലിസ്റ്റിക് മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു പാരന്റ്സിനെ പോലെ ആക്ട് ചെയ്തിട്ട് ഒരു ഫാമിലി ലൈക്ക് എൻവയോൺമെന്റ് ഉണ്ടാക്കാനാണ് പെറ്റേണലിസ്റ്റിക് മോഡൽ ട്രൈ ചെയ്യുന്നത്.